അതെടുത്ത് നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് അമേരിക്കയിലുള്ള വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത്. വാഷിങ്ടൺ DC, ഫ്ലോറിഡ, ന്യൂയോർക്ക് സിറ്റി, മിയാമി. അമ്മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. നമുക്ക് ഈ ബൈക്കില് ന്യൂയോർക്ക് വരെ അങ്ങ് പോയാലോ? ഒരു റോഡ് ട്രിപ്പ് സൂപ്പർ ആയിരിക്കും അല്ലേ? നിങ്ങൾ വിചാരിച്ച് ഞാൻ അമേരിക്കയിലുള്ള ന്യൂയോർക്കിലോട്ട് ബൈക്കിൽ പോകുന്ന കാര്യം പറയുന്നതായിരിക്കും. ആ ന്യൂയോർക്കല്ല, ഈ ന്യൂയോർക്കിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആലപ്പുഴ ജില്ലയിലെ ചമ്പക്കുളത്തുള്ള ന്യൂയോർക്ക് സിറ്റി ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ടൂറിസ്റ്റ് സ്ഥാപനം. ആഹാ, അടിപൊളി. എന്ത് രസമാണ് എനിക്ക്. ഇവിടുത്തെ നമ്മുടെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വന്നിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഓരോരോ ഹട്ടുകളാണ്. ആ ഹട്ടിനൊക്കെ അതിൻ്റെ പേരാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അമേരിക്കയിലുള്ള വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് ഇട്ടിരിക്കുന്നത്. വാഷിങ്ടൺ DC, ഫ്ലോറിഡ, ന്യൂയോർക്ക് സിറ്റി, മിയാമി, ലോസ് ഏഞ്ചൽസ്, അങ്ങനെയുള്ള വിവിധ പേരുകളാണ്, വിവിധ സ്ഥലങ്ങളുടെ പേരുകളാണ് ഈ ഓരോ ഹട്ടിനും ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇവിടെ ഒരാളുണ്ട്. അയാളെ നമുക്കൊന്ന് പോയി കാണാം. അയാൾ ബാക്കിയുള്ള വിവരങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, വാ. അപ്പം ഞാൻ പറഞ്ഞ ആൾ ഇതാണ്. ഇവിടുത്തെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. നമുക്ക് അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടാം. ഹലോ, പ്രതിവേട്ടാ, സുഖം തന്നെ? സുഖം തന്നെ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഭയങ്കര ഒരു പ്രത്യേകത തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇട്ടിരിക്കുന്ന ഓരോ ഘട്ടനും ഇട്ടിരിക്കുന്ന പേരുകളാണ്. അതെങ്ങനെയാണ് ഇപ്പോൾ ഈ പേരിടാൻ കാരണം? ഷർട്ടിന്റെ പേര്, ഈ ഷാപ്പിന്റെ പേര് ന്യൂയോർക്ക് സിറ്റി ആണ്. അതെങ്ങനെ ന്യൂയോർക്ക് സിറ്റി നിട്ടത്? ന്യൂയോർക്ക് സിറ്റി നിട്ടത് കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ജംഗ്ഷൻ, അമേരിക്കൻ ജംഗ്ഷൻ. അതുകൊണ്ടാണ് ഞങ്ങളിപ്പം പുതിയൊരു സംരംഭം തുടങ്ങിയത്. 12-13 കൊല്ലമായി തുടങ്ങിയിട്ട്. അന്നായിട്ടപ്പം അതിന് ന്യൂയോർക്ക് എന്നും പറഞ്ഞ പേരിട്ട്. അത് കഴിഞ്ഞപ്പോ ഇപ്പം അമേരിക്കയിൽ ഇപ്പം ന്യൂയോർക്കേ ഉള്ളൂ. ന്യൂയോർക്ക് സിറ്റി മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉണ്ടോ അമേരിക്കൻ ജംഗ്ഷൻ? ഇപ്പോഴുണ്ട്. ഓക്കെ, സന്തോഷം. കാര്യങ്ങളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിലേ നമുക്കത് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല എന്തൊക്കെയാണോ. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് അറിയണമല്ലോ. ഫുഡിന്റെ കാര്യങ്ങൾ, എൻ്റെ കറികളുടെ വിഭവത്തിന്റെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. ഇവിടെ നമ്മുടെ ചീഫ് കുക്കാണ്, നമ്മുടെ ഷെഫാണ് മനു മാർട്ടിൻ. മനുമാർട്ടിനായിട്ട് ഇതെല്ലാം വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും വിളിക്കുന്നു. അപ്പം മനുച്ചേട്ടൻ നമുക്ക് എന്തൊക്കെ വിഭവങ്ങളാണെന്ന് ഉള്ളത് ഇവിടുത്തെ വിശദീകരിക്കാൻ പോവാണ്. ആദ്യം തൊട്ട് നമുക്ക് കൊടുക്കാം. മനുച്ചേട്ടൻ ഇത് നമ്മുടെ ചൂട, ആറ്റിയൂടെയാണ്. ചുടുവ എന്ന് പറയും, ചുടുവ ഫ്രൈ. ഇത് താറാവ് കപ്പാസ്, ഇത് പന്നി ഫ്രൈ, ഇത് കക്കാര, ഇത് ബീഫ് ഫ്രൈ, ഇത് ബീഫ് റോസ്റ്റ്, പിന്നെ ഇത് നാടൻ കോഴി. ഇത് കരിമീനെ വരാലൊക്കെ മസാല എടുക്കുന്നതാണ്. മസാല ഗ്രേവി ആക്കി നമ്മൾ ഓർഡർ അനുസരിച്ച് അത് വറുത്ത് മസാല ആക്കി ഫ്രഷ്. പണ്ട് നമ്മൾ ഇലയിലൊക്കെ പൊളിക്കുന്നതിൻ്റെ ആ ഒരു നിലയുടെ തന്നെ ആ സാധനമാണ് മസാല. പിന്നെ കണവയുണ്ട്. കണവൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചാണ് റെഡിയാക്കുന്നത്. പിന്നെ തന്നെ ഇത് കാരി, ഇത് കരിമീനെ, ഇത് വരാല്, ഇത് കാരി, ഇതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ചാണ്. ലൈവായിട്ട് നമ്മൾ തവ ഫ്രൈ വേണം, തവ ഫ്രൈ അടിച്ചു കൊടുക്കും. മസാല വേണം, മസാല, അങ്ങനെ എല്ലാം അടിച്ചു കൊടുക്കുന്ന സാധനമാണ്. നമ്മൾ ഓർഡർ അനുസരിച്ച് മാത്രം റെഡിയാക്കും. അന്നേരം തന്നെ റെഡിയാക്കും. മാക്സിമം ഒരു 15 മിനിറ്റ് ഫ്രഷായിട്ട്. പിന്നെ ഇത് കേരക്കറി. ഇത് മഞ്ഞക്കുഴിയാണ്. മഞ്ഞക്കുഴി ഇപ്പോൾ തീർന്നേ ഉള്ളൂ. ഈ പാടത്ത് കുറച്ച് കഴിയുമ്പോൾ ഞാൻ അടിക്കത്തുള്ളൂ. ഇത്ര സമയമൊക്കെ ആയിട്ട് ഇപ്പം മഴയൊക്കെ ആയിട്ട് നമ്മൾ ഐറ്റങ്ങൾ കുറച്ച് നമ്മൾ പഠിക്കുന്നത്. ഇത് കാളാഞ്ചിരയാണ്. കാളാഞ്ചി ഇപ്പം ഏകദേശം പിന്നെ ഇവിടെ തേണ്ട പാൽക്കപ്പ. ഇത് നമ്മുടെ സാധാ കപ്പയാണ്. സാധാ കപ്പ ഇടിച്ച് നല്ല ഇടിച്ചു. ഇത് നമ്മുടെ സാധാ കപ്പ. പിന്നെ പാൽക്കപ്പയാണ്. പാൽക്കപ്പ എന്ന് വെച്ചാൽ, പാൽക്കപ്പ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിനകത്ത് ഉള്ള സംഭവം. അത് നമ്മുടെ വെറൈറ്റി ഇപ്പോൾ എല്ലായിടത്തും ഉള്ള സാധനമാണ്. ഇവിടുത്തെ വെറൈറ്റി. ഇതൊക്കെ ഒന്ന് കഴിച്ചു നോക്കണം. ഇതൊക്കെ ഈ മീൻകറിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോഴുള്ള അതിൻ്റെ ആയിട്ടുള്ളൊരു
ഇത് എനർജി ഉണ്ടാകുന്നത്. സത്യം അതായത് ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് പാൽക്കപ്പ. ഞാൻ സത്യം ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിന്റെ ഇതല്ല, ഇത് നമ്മുടെ കാളാഞ്ചിയുടെ ഗ്രേവി അത് തീർന്ന് മാറ്റി കൊണ്ടുണ്ടാകുന്നു. അപ്പം ഇതല്ല വേറെ ഇഷ്ടംപോലെ ഐറ്റമുണ്ട്. ഞണ്ടുണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, കണവ ഫ്രൈ ഉണ്ട്, അങ്ങനെ ഇഷ്ടംപോലെ ഐറ്റം ഉണ്ട്. കാളാഞ്ചി ഉണ്ട്. അതൊക്കെ നമ്മൾ ഓറഞ്ചാണ് ഇനിയിപ്പോൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഫ്രഷായിട്ട് മാത്രം കൊടുക്കുന്നൊരു ഷാപ്പാണിത്. ഓർഡർ അനുസരിച്ച് നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു 15 മിനിറ്റ് സമയം മതി. ഓർഡർ കൊടുത്തൊരു 15 മിനിറ്റ് കൊണ്ട് തന്നെ അത് റെഡിയായി നമ്മുടെ ടേബിളിൽ വരും. ഒന്നുമല്ലാതെ ലൈവായിട്ട് വെള്ളയപ്പം ഉണ്ട്, പൊറോട്ട ഉണ്ട്. വെള്ളയപ്പം ഒന്നും ഉണ്ടാക്കി ആയിക്കോട്ടെ. മനുഷ്യർക്ക് നമുക്ക് വേണ്ടി ഒരു വെള്ളയപ്പം ഉണ്ടാക്കി കാണിക്കാന്ന് പറഞ്ഞിട്ടോ, നമുക്കത് കാണാം. വാ. കള്ളപ്പാണോ? കള്ളപ്പം. അപ്പോൾ കള്ളപ്പത്തിനുള്ള ചട്ടി ചൂടായി ഇരിക്കുകയാണ്. ഇനി മനുഷ്യർക്ക് നമുക്കത് ഉണ്ടാക്കി കാണിച്ചു തരും. കള്ളപ്പത്തിനുള്ള മാവുണ്ട്. ഒഴിച്ചു മാവിരിക്കുകയാണ്. അത് കുറച്ച് സമയം കൊണ്ട് വേഗം അത് തിരിച്ചിടും. അപ്പോഴത്തേനും കള്ളപ്പം റെഡി. ഇവിടുത്തെ സ്പെഷ്യലായിട്ട് കള്ളപ്പത്തിൻ്റെ കോമ്പിനേഷൻ കറി ഏതാ? കോമ്പിനേഷൻ താറാവാണ് ഏറ്റവും നല്ലത്. കള്ളപ്പത്തിൻ്റെ എല്ലാവർക്കും ഒരുപോലെ അല്ലേ? താറാവല്ലേ. പിന്നെ ഓരോരുത്തർക്കും ഓരോ വെറൈറ്റിയാണ്. കാളാഞ്ചിയുടെ കറിയൊക്കെ ആയിട്ട് കൂടിയത് സൂപ്പറാണ്. ഓരോരുത്തർ ഒരു സംശയം ചോദിച്ചു. ഈ കള്ളപ്പത്തിനകത്ത് കള്ളൊഴിക്കുന്നുണ്ട്. അതിന് ഈ കള്ളൊഴിക്കുന്നത് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടി നല്ല ടേസ്റ്റുമാണ്, നല്ല പഞ്ഞി കണക്കിരിക്കും. പിന്നെ വേറെ ഏതാ ഒഴിക്കുന്നത്? അതിനകത്ത് തേങ്ങയുണ്ട്. അതായത് 1 കിലോയ്ക്ക് 2 തേങ്ങ തരും. തേങ്ങ അരച്ച് കയറ്റുക, പിന്നെ പഞ്ചസാര, പിന്നെ ഉപ്പ് കയറ്റി കൊടുക്കും. നമ്മുടെ കള്ളപ്പം റെഡി ആയിട്ടുണ്ട്. മനുച്ചേട്ടന് ഇപ്പോഴത്തെ പ്ലേറ്റിലേക്ക് എടുക്കും. വേണ്ട അടിപൊളി. ഒന്ന് കഴിച്ചു നോക്കി. നല്ല ചൂടായിരിക്കും. ഊതി കഴിക്കുമോ? പറഞ്ഞ പോലെ തന്നെ ആ തേങ്ങയുടെയും പഞ്ചസാരയുടെയും ടേസ്റ്റാണ് മുന്നിൽ നിൽക്കുന്നത്. സോഫ്റ്റ് പതപതാതിരിക്കുന്നത്. അപ്പം നമ്മുടെ നല്ല പഞ്ഞിയാണ് ഇരിക്കണോ? അയ്യ അടിപൊളി. അപ്പോൾ ഈ കള്ളപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ, ഈ സോഫ്റ്റ് കള്ളപ്പം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ന്യൂയോർക്ക് വരിക. ഈ ന്യൂയോർക്കിലോ വരാവുള്ളൂ, വേറെ ന്യൂയോർക്കിലൊന്നും പോയേക്കല്ലോ. ന്യൂയോർക്ക് സിറ്റി ഇവിടെ വന്നാലേ ഈ കള്ളപ്പം കിട്ടത്തുള്ളൂ. ആ ന്യൂയോർക്ക് കിട്ടൂല. അതുകൊണ്ട് അല്ലേ മനസ്സിലാ. അത് തന്നെ. മസാല തേക്കുക ഫ്രൈ ചെയ്യുന്നതിനുള്ള മസാല ഓൾറെഡി റെഡിയാക്കി വെച്ചേക്കാം. അതിൻ്റെ ഒരു വശം വെന്ത് മൺചട്ടി അടുത്ത വശം വേവിക്കുന്നതിന് വേണ്ടി തിരിച്ചിടുകയാണ്. ആ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഞണ്ടെന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതിന് വേറൊരു പേരുണ്ട്. ഇതിൻ്റെ യഥാർത്ഥ പേരെന്ന് പറയുന്നത് കമ്മട്ടി എന്നാണ് ഞണ്ടിൻ്റെ യഥാർത്ഥ പേര്. ഇത് കായൽ ഞണ്ടാണ്. നല്ല എണ്ണയെല്ലാം പിടിച്ച് നല്ല ഒന്നാന്തരമായിട്ട് അടിപൊളി. കണ്ട കറക്റ്റ്, ഇതാണ് കറക്റ്റ്. കണ്ട അപ്പോൾ ആദ്യം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ തന്നെ നമുക്ക് ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ പറയുമ്പോഴാണ് നമ്മുടെ ആ തേങ്ങാപ്പാലിൻ്റെ ആ പച്ചമുളകിൻ്റെ ടേസ്റ്റ്, ആ പച്ചമുളകും കൂടി ഇട്ട് അരച്ചാണ് ഉണ്ടാക്കുന്നത് പോലെ. അപ്പോൾ പച്ചമുളകിൻ്റെ ടേസ്റ്റ് മുന്നിൽ നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് രണ്ടും കൂടെ വന്നപ്പോഴാണ് നല്ല രസം. നല്ല രുചിയുണ്ട്. നല്ല അടിപൊളിയാണ്. സൂപ്പറാണ്. പോർക്ക് ഫ്രൈ അത് എല്ലാ ഷാപ്പുകളിലും ഉണ്ട്. പക്ഷേ എന്നാൽ ഇവിടുത്തെ ആ പോർക്ക് ഫ്രൈയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ പോർക്ക് ഫ്രൈയുടെ കൂട്ടത്തിൽ ഈ സവാള വലിയ സവാള ചെറുത് മതി, അതെടുത്ത് നേരെ ഇങ്ങോട്ട് വെച്ചിട്ട് ഈ സവാള കടിക്കുമ്പോൾ ഉണ്ടാകുന്ന മുറുമുറയില്ല, അത് ഇടുക. ഇതിൻ്റെ കൂട്ടത്തിലാകുമ്പോഴത്തേനും അടിപൊളിയാണ്. ഇത് നമുക്ക് അപ്പം കഴിക്കാം. നല്ല കള്ളപ്പമാണ്. കള്ളപ്പം എന്ന് പറയാൻ നേരത്തെ പറഞ്ഞ കള്ളും ഇതെല്ലാം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ടുള്ള അപ്പമാണ്. നല്ല താറാവ് മപ്പാസ്. കണ്ട അടിപൊളി താറാവ് മപ്പാസ്. നല്ല ഗ്രേവിയാണ്. ഒഴിച്ച് ഗ്രേവി ഒഴിച്ച് രസം ഇങ്ങനെ നുള്ളി എടുക്കണം. രസം നുള്ളി എടുത്തിട്ട്
ആ ഗ്രേവി എടുത്ത് ഒരിത്തിരി അപ്പം അങ്ങോട്ട് നുള്ളി എടുത്തിട്ട് കണ്ടോ ഇത് മൂന്നും കൂടെ നമുക്ക് പിടി പിടിച്ചാൽ ഇത് ഇതിനകത്ത് പെരുംജീരകത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് കാരി ഫ്രൈ, നമ്മുടെ അവിടുത്തെ ഷെഫും മനുച്ചേട്ടും നമുക്ക് വറുത്ത് തന്നിരിക്കുകയാണ് കാരി ഫ്രൈ. നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞിങ്ങനെ ഒഴിക്കുക, കണ്ടോ, കുരുവൊക്കെ മാറ്റി കളയണം, അല്ലെങ്കിൽ തൊണ്ടയ്ക്ക് പോകാൻ സാധ്യതയുണ്ട്. പിന്നെ സ്വല്പം സവോള എടുക്കുക, സവോള എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി നുള്ളി ഇങ്ങനെ എടുക്കണം, ലേശം നുള്ളി ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇത് വെച്ചിട്ട് ഇങ്ങനെ നേരെ സവോള വെക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മുറുമുറു വേണ്ടിയാണ് ഇവിടെ വെച്ചത്. നാരങ്ങാതിൻ്റെ ടേസ്റ്റ് നമ്മൾ നേരത്തെ അവിടെ പെട്ടി വെച്ചിരുന്ന മസാലയുടെ ഒരു കൂട്ട്, പിന്നെ അതുകൂടാതെ ഏറ്റവും സോഫ്റ്റായിട്ടുള്ള മീനാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെല്ലാം ഇറങ്ങി മസാലയൊക്കെ നല്ലതായിട്ട് പിടിച്ചിട്ടുണ്ട്, ഉഗ്രമായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നല്ല അടിപൊളി കണവ ഫ്രൈ. അങ്ങനെ നോക്കാവേ. അടിപൊളി ഇതാ ശരി. നേരത്തെ പറഞ്ഞ പോലെ ആ സവോളയും കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടെ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാപ്പിൽ വന്നു കഴിഞ്ഞാൽ കറിയൊക്കെ കൂട്ടി കഴിയുമ്പോൾ ചെറിയൊരു നാക്കിലൊരു ചെറിയൊരു ഗിരിപ്പൊക്കെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഈ ന്യൂയോർക്ക് സിറ്റിയിലെ വിശേഷങ്ങൾ. ആ ന്യൂയോർക്ക് സിറ്റി അല്ല, ന്യൂയോർക്ക് സിറ്റി ടുഡേ ഷോപ്പ് ആൻഡ് ഫാമിലി റെസ്റ്റോറൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പം നമുക്ക് സുജിത്തിനെ നല്ലൊരു നാടൻ പാട്ട് പാടുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വിളിക്കുകയാണ്. സുജിത്തെ അടിപൊളി. എന്തുകൊണ്ട് ചേട്ടാ സുഖമാണോ? അടിപൊളി. പിന്നെ അതാ ഭക്ഷണം കഴിച്ചു? അടിപൊളി സൂപ്പർ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഗംഭീര ഭക്ഷണം. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് നല്ലൊരു നാടൻ പാട്ടോട് കൂടി ഇവിടെ വൈകിട്ട് അമ്മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, പല്ലുകൂടി ചെയ്യൂലേ. അമ്മയുടെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തിലായി. അവൾ കാലത്തെ എണീക്കൂല, മുറ്റമടിക്കൂല, പല്ലുകൂടി തേക്കൂല.